എല്ലാവർക്കും ടെക് ടൈം ഷോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ഫോണിനെ കുറിച്ചാണ്. നമ്മുടെ നത്തിങ് ഫോൺ 3എയും 3എ പ്രോയിനെ കുറിച്ചാണ്. സോ ഇതിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, പ്രൈസിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, സ്പെക്കിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നത്തിങ് ഫോൺ 3എയിലൊരു നേരത്തെ ഉള്ള ചെറിയ ഡിസൈൻ, അതേ ടൈപ്പിൽ നേരത്തെ നമ്മുടെ 2A അതുപോലത്തെ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഓൾമോസ്റ്റ്. അതേസമയം 3എ പ്രോ ആണെങ്കിൽ ഒത്തിരി ഡിഫറെന്റ് ആണ്, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. സർക്കുലർ ക്യാമറ മൊഡ്യൂളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് സർക്കുലർ ക്യാമറ മൊഡ്യൂൾ വളരെ തിക്കാണ്. മീൻസ് നമ്മുടെ ഫോണിന്റെ പകുതി തിക്നെസ് ഉണ്ട് ആ സാധനത്തിന്, അത്രയ്ക്ക് തിക്കാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 3എയിൽ നമുക്ക് 8.35 മില്ലിമീറ്റർ ആണ് നമുക്ക് തിക്നെസ് വരുന്നത്. 201 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. പിന്നെ ഗ്ലാസ് ബാക്ക് ആണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. നേരത്തെ പോലത്തെ പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ബാക്ക് വന്നിട്ടുണ്ട്. IP64 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം 3എ പ്രോയിലാണെങ്കിൽ സെയിം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ്, തിക്നെസ്സും സിമിലർ തന്നെയാണ് വരുന്നത്. പക്ഷേ വെയിറ്റ് കൂടിയിട്ടുണ്ട്, 211 ഗ്രാം ആണ്. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ ബാക്കിയൊക്കെ സെയിം ആണ്. ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. IP64 റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഫോൺ 3എയും 3എ പ്രോ ആയിട്ട്. കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. ഒന്ന് ഡിസൈൻ, പിന്നെ ഒരു ക്യാമറ. ഡിസ്പ്ലേ രണ്ടിന്റെ സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം 6.77 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ 10-ബിറ്റ് AMOLED ആണ്. 2160 ഹെർട്സ് PWM ഡിമ്മിങ് വരുന്നുണ്ട്. 3000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരിക. പീക്ക് HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. പാൻഡ ഗ്ലാസ് ആണ് പ്രൊട്ടക്ഷൻ. രണ്ടിലും സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ കളിച്ചൂടി വലുതായിട്ടാണ് ഡിസ്പ്ലേ. 6.77 ഇഞ്ചാണ്. സോ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരിക്കും. അത്യാവശ്യം നല്ല കിടുക്കൻ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ടിലും ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ രണ്ട് സ്മാർട്ട് ഫോൺസിൽ നമുക്ക് കിട്ടും. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത്. രണ്ടിലും സെയിം ചിപ്സെറ്റ് ആണ്. 3എയിലും 3എ പ്രോയിലും നമ്മൾ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ് വരുന്നത്. 4 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അഡ്രീനോ GPU ആണ് വരുന്നത്. ഏത് വെർഷൻ ആണെന്ന് അറിയത്തില്ല, ഏത് മോഡലാണെന്ന് അറിയത്തില്ല. 940 MHz ആണ് റൺ ചെയ്യുന്നത്. രണ്ടിലും LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ എക്സ്പാൻഡബിൾ സ്റ്റോറേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആന്റിറ്റി സ്കോറും ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരിക്കും. 8,35,082, CPU 2,76,759, GPU 1,99,433 ആണ് ആന്റിറ്റി സ്കോർ വരുന്നത്. അത്യാവശ്യം നല്ല ആന്റിറ്റി സ്കോർ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ഗെയിമിങ് കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ നത്തിങ് ഫോൺ എടുക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെയാണ്. അടിപൊളി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. സ്മൂത്ത് ആണ്, സ്റ്റട്ടറും കാര്യങ്ങളും ഒന്നുമില്ല. വെറൈറ്റി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ മോണോക്രോൺ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിന്റെ ഐക്കൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. OSന്റെ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നത്തിങ് OS 3.1 ആണ്. ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. അടിപൊളി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 6 വർഷം നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. നമുക്ക് 3എയിലാണെങ്കിൽ പ്രൈമറി നമുക്കൊരു 50 മെഗാ-പിക്സൽ f1.9 ആപ്സിൽ വരുന്നൊരു OIS സെൻസറാണ്. സാംസങ് സെൻസറാണ് ഉപയോഗിക്കുന്നത്. 4K 30 FPS ആണ്. സെക്കൻഡറി നമുക്കൊരു 50 മെഗാ-പിക്സൽ f2.0 2x ടെലിഫോട്ടോ വരുന്നുണ്ട്. 4K 30 FPS ആണത് വരുന്നത്. പിന്നെ നമുക്കൊരു 8 മെഗാ-പിക്സൽ f2.2 അൾട്രാ വൈഡ് 1080p 30 FPS ആണ് വരുന്നത്. അതേസമയം 3എ പ്രോയിലാണെങ്കിൽ സെയിം സെൻസറാണ് പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ 3എയിലെ സെയിം സെൻസറാണ് പ്രൈമറി. പക്ഷെ നമുക്ക് ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ടെലിഫോട്ടോയ്ക്ക് വരുന്ന നമുക്കിവിടെ പെരിസ്കോപ്പ് ലെൻസ് ആണ് വരുന്നത് 3എ പ്രോയിൽ. ഇവിടെ നമുക്ക് 50 മെഗാ-പിക്സൽ f2.6 3x പെരിസ്കോപ്പ് ആണ്. സോണി LTI 600 ആണ് ആ പെരിസ്കോപ്പ് സെൻസർ വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS. പക്ഷെ സെയിം അൾട്രാവൈഡ് ആണ് വരുന്നത്. 3എയിൽ സെയിം അൾട്രാവൈഡ് ആണ് ഇവിടെയും വരുന്നത്. 8 മെഗാ-പിക്സൽ f2.2 അൾട്രാവൈഡ് ആണ് വരുന്നത്. 1080p 30 FPS. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3എയിൽ 32 മെഗാ-പിക്സൽ f2.2 സെൽഫി ക്യാമറ ആണ് വരുന്നത്. 1080p 30 FPS. അതേസമയം നമുക്ക് 3എ പ്രോയിൽ വരുമ്പോൾ നമുക്ക് 50 മെഗാ-പിക്സൽ f2.2 സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ക്യാമറ ആണ് നിങ്ങൾ പ്രയോറിറ്റി എങ്കിൽ 3എ പ്രോയിലോട്ട് പോകണമായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. ഒന്ന് 3x പെരിസ്കോപ്പ് ലെൻസ് ആണ് വരുന്നത്. ഇത് ബെറ്റർ സെൻസറാണ്. കാരണം സെൻസർ സൈസ് ബെറ്റർ ആണ്. കാരണം LTI 600 എന്ന് പറഞ്ഞാൽ 1/1.96 ആണ്. അതേസമയം നമ്മുടെ 3എയിലെ സെൻസർ സൈസ് എന്ന് പറഞ്ഞാൽ ആ ടെലിഫോട്ടോയുടെ സെൻസർ സൈസ് എന്ന് പറഞ്ഞാൽ 1/2.74 ആണ്. വളരെ ചെറിയ ടെലിഫോട്ടോ ലെൻസ് ആണ്, ടെലിഫോട്ടോ സെൻസർ ആണ് ഉപയോഗിച്ചേക്കുന്നത്. സോ മച്ച് ബെറ്റർ സൂമിംഗ് കേപ്പബിലിറ്റിയും ഡീറ്റെയിൽസും നമുക്ക് 3എ പ്രോയിൽ കിട്ടും. പിന്നെ സെൽഫി ക്യാമറ ഓവറോൾ ബെറ്റർ ആണ് 3എ പ്രോയിൽ. സോ ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സ്മാർട്ട് ഫോൺസിലും സെയിം ആണ്. 5000 mAh ബാറ്ററി ആണ് വരുന്നത്. 50 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. പക്ഷെ ബോക്സിൽ കിട്ടുമല്ല, പുറത്ത് വാങ്ങിക്കണം. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസ് ഇതിൻ്റെ കൂടെ ആഡ് ആവും.
പിന്നെ 0-100% 56 മിനിറ്റ് ഉണ്ടാവും. ബാറ്ററി കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് കുറവാണ്. കാരണം നമുക്ക് സിലിക്കൺ കാർബൺ ബാറ്ററി ഒക്കെ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഓൾമോസ്റ്റ് 6500 mAh ബാറ്ററി ഒക്കെ വരുന്ന സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അത് വെച്ച് നോക്കുവാണെങ്കിൽ കുറവാണ്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിലും സെയിം ആണ്. രണ്ടിലും 16 5G ബാൻഡ് വരുന്നുണ്ട്, വൈഫൈ 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ രണ്ട് സ്മാർട്ട് ഫോൺസിലും വരുന്നുണ്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. ഇവിടെ അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെ വരുന്നുണ്ട്. നമ്മുടെ 3A നത്തിങ് ഫോൺ 3A രണ്ട് വേരിയന്റ് ആണ്, 8GB 128ഉം 8GB 256. 8GB 128ന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. അത്യാവശ്യം നല്ല പ്രൈസ് ആണ്. കാരണം ആ പ്രൈസിന് നല്ലൊരു സ്മാർട്ട് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സെക്കൻഡ് വരുന്നത് നമുക്ക് 8GB 256 27,000 രൂപ. കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തന്നെയാണ് ഞാൻ പറയുവാണെങ്കിൽ. കാരണം നമുക്ക് 7S ലെൻസ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, ഡിസ്പ്ലേ അടിപൊളിയാണ്. എനിക്ക് ഈ രണ്ടിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 3A തന്നെയാണ്. പിന്നെ 3A പ്രോയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 3 വേരിയന്റ്, 8GB 128, 8GB 256, 12GB 256. 8GB 128 30,000 രൂപയും 8GB 256 32,000 രൂപയും 12GB 256 34,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 3A പ്രോയ്ക്ക് ഇപ്പോൾ ഒരു ഡിഫറെന്റ് ചിപ്സെറ്റ് വെച്ച് വരികയായിരുന്നെങ്കിൽ ഈ പ്രൈസ് ജസ്റ്റിഫൈഡ് ആണ്. കാരണം 32,000 രൂപയ്ക്ക് നമുക്കൊരു IQ Neo 9 പ്രോ എന്നൊരു ഫോണുണ്ട് ആ പ്രൈസ് റേഞ്ചിൽ. അത്യാവശ്യം നല്ല ക്യാമറയുണ്ട്, പ്രൈമറി സെൻസർ. അതിന്റെ പ്രൈമറി സെൻസർ ഇത് വലിയ സെൻസറാണ്, 1/1.46 ഇഞ്ച് സെൻസറൊക്കെയാണ് അത് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഒക്കെയാണ്. നത്തിങ് ഫോൺ എടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞൊരു ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് വേണ്ടിയായിരിക്കും ആ സ്മാർട്ട് ഫോൺ എടുക്കുന്നത്. പിന്നെ ആ ഗിഫ്റ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനും ഒരു വെറൈറ്റിയാണ്, അതിനൊക്കെ വേണ്ടിയാണ് ആ ഫോൺ എടുക്കുന്നത്. പിന്നെ പെർഫോമൻസിന് വേണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ IQ Neo 9 Pro ഉണ്ട് ആ പ്രൈസ് റേഞ്ചിൽ. അല്ലാണ്ട് ഒരു ഓവറോൾ ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് 3A എടുക്കാനായിരിക്കും ഇത്രയും നല്ലത്. 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 90% സ്പെക്ക് സെയിം ആണ്. ഡിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ക്യാമറയിലും പിന്നെ ബാക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ആകെ ഡിഫറൻസ് വരുന്നത്. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല രണ്ട് സ്മാർട്ട് ഫോണായിട്ട് എൻ മൈ ഒപ്പീനിയൻ. പിന്നെ രണ്ടിന്റെ സെയിം സെൻസറാണ് ഓൾമോസ്റ്റ്, പ്രൈമറി സെൻസറൊക്കെ. 3A എടുക്കണമായിരിക്കും ഇത്തിരി ബെറ്റർ. പ്രോ 30,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ക്യാമറ വെച്ച് നോക്കുവാണെങ്കിൽ ഓവറോൾ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ Neo 9 Proയേക്കാൾ എന്തായാലും ബെറ്റർ ആയിരിക്കും. പക്ഷെ പെർഫോമൻസ് ആവശ്യമുള്ളവർ Neo 9 Proയിലോട്ട് പോകണമായിരിക്കും ബെറ്റർ. അല്ലാണ്ടൊരു ഓവറോൾ ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോയിലോട്ട് പോകണമായിരിക്കും നല്ലത്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൽ ഏതാ ബെറ്റർ എന്ന് നമ്മൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ 3A ആയിട്ട് പോകണമാണ് ഇച്ചിരി നല്ലത്. പിന്നെ 5,000 രൂപ ഡിഫറൻസ് ഉണ്ട് രണ്ട് സ്മാർട്ട് ഫോണായിട്ട്. പിന്നെ സാധാരണ പ്രൈസ് ഇതിന്റെ കൂടെ കയറി വരും, അതിന്റെയും പ്രൈസ് നമ്മൾ എടുക്കും, അതിന്റെയും പ്രൈസ് ഇതിലൂടെ കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഒരു 1,000 രൂപ പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 31,000 രൂപ പ്രോയിനും 26,000 രൂപ മറ്റേ 3A വരും. അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു ഓവറോൾ നത്തിങ് എക്സ്പീരിയൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3A ആയിട്ട് പോകണമായിരിക്കും ഇച്ചിരി ബെറ്റർ. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.